ഹലോ ഫ്രാൻസ്, നമ്മളന്ന് ഒരു ഓട്ടോ ഡ്രൈവറായി മാറി. അതുകൊണ്ട് പ്രശ്നമില്ല, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും എല്ലാ പണികളും നമ്മൾ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ ഓട്ടോ ഫീൽഡിലേക്കാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓട്ടോ ആണ് കാണുന്നത്, ഓട്ടോയുടെ ഉൾവശമാണ്. ഓക്കെ, എന്തായാലും വേണ്ടിയില്ല, ഓട്ടോ ജീവിതം നമ്മൾ പഠിക്കണം. ഓരോ ജീവിതം നമ്മൾ പഠിക്കണം, ഓരോ മേഖലയിൽ നമ്മൾ എത്തണം, എല്ലാ പണി നമ്മൾ ചെയ്യണം. കാരണം ഒരു പണി മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല, നമുക്ക് മുന്നേറാൻ പറ്റില്ല. അപ്പോൾ എല്ലാ പണി നമ്മൾ എടുക്കണം. കാരണം എന്താ പറയുക, മോശമല്ലാത്ത എല്ലാ പണി നമ്മൾ എടുക്കണം. പിന്നെ ഓരോ പണി എടുക്കുമ്പോഴും അതിൻ്റേതായ റിസ്ക്കും അതിൻ്റേതായ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കണം, പരിശീലിക്കണം. കാരണം ഞാനിപ്പോൾ നാട്ടിൽ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്, ഗൾഫിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്നിട്ട് ഒരു ഓട്ടോ എടുത്തിട്ട് ഓട്ടോയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ജീവിത ശൈലികളും ജീവിത രീതികളും നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അതൊക്കെ നമുക്ക് ഓരോ അനുഭവമാണ്. പിന്നെ ഓട്ടോ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു സേവനമാണ്. ഇത് ഒരു ജനങ്ങൾക്കൊരു ഉപകാരമുള്ള കാര്യമാണ്. കാരണം ഓരോരുത്തർ രാത്രി രാവുന്നില്ല, പകലുന്നില്ല. എൻ്റെ വണ്ടി പ്രത്യേകിച്ച് 24 മണിക്കൂർ സർവീസാണ്. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഈ ഒരു ഫീൽഡിൽ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സേവനമാണ്. കാരണം രാവെന്നില്ല പകലെന്നില്ലാതെ ഒരുപാട് ആളുകൾ, കാരണം എല്ലാ വീട്ടിലും കാർ ഉണ്ടായിക്കൊള്ളുന്നില്ല, എല്ലാ വീട്ടിലും സ്കൂട്ടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി സ്കൂട്ടിയോ ബൈക്കൊക്കെ ഉള്ള വീട്ടിൽ തന്നെ വണ്ടിക്ക് എണ്ണടിക്കാൻ കായ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ലോങ് പോകാൻ യാത്ര സ്വന്തമായി ബൈക്ക് ഓടിക്കും ചിലർക്ക് പ്രയാസം കാര്യങ്ങൾ. അപ്പോൾ അവരൊക്കെ ഓട്ടോറിക്ഷക്കാർ, സാധാരണക്കാർ ഓട്ടോക്കാരെ ആശ്രയിക്കുന്നവരാണ്. അപ്പോൾ ഇത് അവർക്കൊരു സേവനം കൂടിയാണ്. കാരണം എത്രയോ ആളുകൾ ഞാൻ ഓട്ടോ ഓടിച്ചപ്പോൾ തന്നെ പറഞ്ഞു, വളരെ ഈ സമയത്ത് വണ്ടി കിട്ടിയത് വളരെ ഉപകാരമായിട്ടുണ്ട് എന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സേവനമാണ്. അപ്പോൾ ചില ആളുകൾ ഓട്ടോ ഡ്രൈവർ പുച്ഛിക്കുന്നുണ്ട്. പുച്ഛിക്കുന്നവർക്ക് ആ പുച്ഛിക്കുന്നവർ നാളെ അവരെ വണ്ടി കൊണ്ടുപോകാനും അവർ ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസത്തിലാകുമ്പോൾ അവരെ സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ഈ ഓട്ടോക്കാരുണ്ടാവുക. അപ്പോൾ ഓട്ടോക്കാരെ പുച്ഛിക്കാൻ പാടില്ല. ഒരു മേഖലയിൽ ഒരാളെയും നമ്മൾ പുച്ഛിക്കാൻ പാടില്ല. എല്ലാവരും മനുഷ്യനായി കാണാൻ നമുക്ക് സാധിക്കണം, മനുഷ്യത്വത്തോടെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും.